ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെഹാസ് പാരഡൈസ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വഹദ് അൽ കരാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അബുദാബിയിലാണ്. അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിന് നേരെ എതിർവശത്തായിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നു പോകുന്നത് അത് ഇപ്പോൾ എന്താ പറയുക, ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല കേട്ടോ. ടൂറിസ്റ്റിന് വേണ്ടി വരുന്ന ഒരു സ്ഥലം അല്ല, അങ്ങനെ കരുതി ആരും വന്നിട്ട് കാര്യവും ഇല്ല. അത് നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇത് നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഗ്രാൻഡ് മോസ്ക് നമുക്ക് ഫുൾ വ്യൂ കിട്ടും, ഗ്രാൻഡ് മോസ്കിൻ്റെ പുറത്തുള്ള വ്യൂ. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തത് ഏതാണ്ട് എൻട്രൻസിന് അടുത്ത് തന്നെയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ, നിറച്ച് പൂക്കൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളിൽ കയറുകയാണ്. ബാക്കി വിശേഷം കാണാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ തുറന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് വഹദ് അൽ കരാമയിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾക്ക് എൻട്രൻസ് വ്യൂ ഇതാണ്. ഇങ്ങനെയാണ് എൻട്രൻസ്. അപ്പോൾ അധികം ആരും ഒന്നും ഉണ്ടായില്ല കേട്ടോ, ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്നതാണ് മ്യൂസിയം. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ എൻട്രൻസിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എന്താണ് വഹദ് അൽ കരാമ എന്നുള്ളത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. നല്ല സൈലൻ്റ് ആയിരുന്നു. അവിടെ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്, നിറച്ച് വർക്കേഴ്സ് ഉണ്ടായിരുന്നു, പണി നടക്കുന്നുണ്ട്. എന്നാൽ കൂടി നല്ല സൈലൻ്റ് ആയിരുന്നു. നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്തോ ഒരു ഫീലിങ്സ് നമുക്ക് എന്തായാലും അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും അബുദാബിയിലുള്ളവർ ഇതുവരെ ഇവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വരണം. മിക്കവരും ചിലപ്പോൾ ഗ്രാൻഡ് മോസ്കിൽ വന്നിട്ടുണ്ടാവാം, എന്നാൽ കൂടി ഇവിടെ ആരും അങ്ങനെ എല്ലാവരും വരാൻ സാധ്യതയില്ല, കുറവാണ്. ഇനി അഥവാ ആരെങ്കിലും വരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. കണ്ടോ, ഇവിടെ നിറച്ച് വർക്കേഴ്സാണ് കേട്ടോ, പണി നടക്കുന്നുണ്ട്. അത് എന്തോ പാർക്കും ഗാർഡനൊക്കെയാണ് വരാൻ പോകണമെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിറച്ച് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. നമുക്ക് അവിടെ നിന്നാൽ തന്നെ ഗ്രാൻഡ് മോസ്ക് കാണാം. അപ്പോൾ എന്തായാലും കാഴ്ചകൾ കാണും.
ഇതാണ് കേട്ടോ ഗ്രാൻഡ് മോസ്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രാത്രി വ്യൂവും അടിപൊളിയാണ്. എന്തായാലും വൈകാതെ തന്നെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്താണ് വഹദ് അൽ കരാമ എന്ന് നോക്കാം. വഹദ് അൽ കരാമ എന്ന് പറഞ്ഞാൽ UAE എമിറാത്തി ഹീറോസിന് ട്രിബ്യൂട്ടായി പണിത ഒരു സ്മാരകമാണ്. ഇത് ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെട്ട എല്ലാ എമിറാത്തികളെയും അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധസ്മാരകമായി UAEയിലെ അബുദാബിയിൽ നിലകൊള്ളുന്നു. ഇത് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന് നേരെ എതിർവശത്തായി 46,000 സ്ക്വയർ മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അനുസ്മരണ ദിനമായ 2016 നവംബർ 30 ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ഇന്ദ്രിസ് ഖാനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ പൊതു കലാഘടന എന്ന് പറയുന്നത് അലുമിനിയം കൊണ്ട് പൊതിഞ്ഞ 31 കൂറ്റൻ ലീനിങ് പില്ലറുകളാണ്. ഈ സ്മാരകത്തിന് 3 ഘടനകളാണ്. 1 ദ ലീനിങ് പില്ലേഴ്സ്, 2 ദ പവലിയൻ ഓഫ് ഹോണർ, 3 മെമ്മോറിയൽ പ്ലാസ. ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെടുന്ന എല്ലാ എമിറാത്തി സൈനികരുടെയും പേരുകൾ പവലിയൻ ഓഫ് ഹോണറിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ UAEയുടെ ദേശീയ പ്രതിജ്ഞയും അറബിക് കവിതകളും ഈ ലീനിങ് പില്ലറുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓരോ ലീനിങ് പില്ലറുകളും മറ്റൊന്നിലേക്ക് ചായുന്നു. ഇത് UAEയുടെ നേതൃത്വത്തെയും UAEയിലെ പൗരന്മാർ, റെസിഡൻസ്, അവരെ സംരക്ഷിക്കുന്ന സൈനികർ, സ്ത്രീകൾ എന്നിവരുമായി ബന്ധിപ്പിക്കുന്ന ഐക്യം, ഐക്യദാർഢ്യം, പരസ്പര പിന്തുണ എന്നിവയെ ചിത്രീകരിക്കുന്നു. അതിനടുത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട് കേട്ടോ. അതിൽ കണ്ടോ നല്ല ചുഴി പോലെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. എന്തിനാ അങ്ങനെ വെച്ചിരിക്കണമെന്നൊന്നും അറിയില്ല, അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ആ പില്ലറുകളുടെ അടുത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഒരു നിമിഷം നമുക്ക് നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികർക്ക് വേണ്ടി കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വഹദ് അൽ കരാമ കണ്ടു, മനസ്സ് നിറഞ്ഞു, അതേപോലെ തന്നെ ഒരുപാട് വിഷമവുമായി. അപ്പോൾ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആരെങ്കിലും അബുദാബിയിൽ ഉണ്ടായിട്ടും ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണുക. ഇത് നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു പുറത്തിറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.